ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ ഇങ്ങോട്ട് ഇറക്കടാ, ആ പത്മാവതിയെ. ഇല്ലെങ്കിൽ കാറ് തല്ലി പൊളിച്ചിറക്കും. അവളുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ആ കാല് വെച്ച് അവളിനി നൃത്തം ചെയ്യണ്ട. സമ്മാനം വാങ്ങുന്നതിനായി പത്മാവതി മഹാദേവവർമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മോള് ചെല്ല് 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 ചെല്ലു മോളെ. മോളെ മോള് നന്നായി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. എവിടെയാ കർത്താവും കർമ്മവും ക്രിയൊക്കെ? അതൊക്കെ എപ്പോഴേ സ്ഥലം വിട്ടു വേണുവേ. സമ്മാനം മേടിക്കുമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ പത്മാവതി കുഞ്ഞ് പറഞ്ഞു. സമ്മാനം മേടിക്കുകയും ചെയ്തു. ഇതിനപ്പുറം എന്ത് സന്തോഷാ വേണ്ടത്? അമ്മയും പ്രതാപേട്ടനും ഉള്ളതുകൊണ്ടാ എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. പാടാൻ അമ്മയും മൃദംഗം വായിക്കാൻ പ്രതാപേട്ടനും വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സമ്മാനം കിട്ടുമായിരുന്നോ? അങ്ങനെയൊന്നും പറയില്ല പത്മേ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പത്മയ്ക്ക് തന്നെയാ. ആ ഭാഗവതർ പാടിയിരുന്നെങ്കിലും സമ്മാനം പത്മയ്ക്ക് തന്നെയാ. ഏയ്, മാഷ് പാടിയിരുന്നെങ്കിൽ എനിക്ക് ഈ സമ്മാനം കിട്ടില്ലായിരുന്നു. പാട്ടിനല്ലായിരുന്നു സമ്മാനം, നൃത്തത്തിനായിരുന്നു. പത്മ അതിമനോഹരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടാ സമ്മാനം കിട്ടിയത്. അല്ല പ്രതാപേട്ട, തർക്കിക്കല്ലേ പത്മേ? അല്ലെന്ന്. ആ കർത്താവും മകളും കാട് കയറി ഓടി. അയാളൊരു അല്പനാണല്ലേ? അല്പനല്ല, വെറും കഴുതയാ. എന്താ പത്മേ? ഒന്നുമില്ല പ്രതാപേട്ട. ദൈവമേ, ഇത് പ്രേമാണല്ലോ. മഹാദേവർമ്മ സാറും സരസ്വതി മാഡം അറിഞ്ഞാ ഇതാകെ പ്രശ്നമാവും. നമുക്ക് പണിയാവൂലോ പ്രതാവാ? എന്താ വേണോട്ടാ? പാവങ്ങളുടെയും പാപികളുടെയും മോചനത്തിനായി അവതരിച്ച ദൈവം തമ്പുരാനായ കർത്താവല്ലാതെ മനുഷ്യപ്പിശാചായ പാട്ടുപുരയ്ക്കൽ കർത്താവ് ദാ നിൽക്കുന്നു. ഇയാളൊരു ശല്യമായല്ലോ വേണോട്ടാ.
എന്താണ് തനിക്ക് വേണ്ടത്? എന്താണ് തന്റെ പ്രശ്നം? അവളെ ഇങ്ങോട്ട് ഇറക്കടാ, ആ പത്മാവതിയെ. ഇല്ലെങ്കിൽ കാറ് തല്ലി പൊളിച്ചിറക്കും. അവളുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ആ കാല് വെച്ച് അവളിനി നൃത്തം ചെയ്യണ്ട. അമ്മ അയ്യോ മോളെ, വേണ്ട വേണ്ട, അങ്ങോട്ട് പോണ്ട. അയ്യോ ദൈവമേ, അടുത്തേക്ക് വരരുത്. ശരി ശരി, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. സാറേ, എന്തായി? പേടിക്കാനൊന്നുമില്ല. പ്രതാപന് കുഴപ്പമൊന്നുമില്ല. കൈക്കൊരു വെട്ടേറ്റതാ. അയ്യോ ദൈവമേ, എന്റെ കുട്ടി. പ്രതാപനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവര് ദേ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭാഗ്യം. ആ പാട്ടുപൊരിക്കൽ കർത്താവ് അയാൾ എന്തൊരു മനുഷ്യനാ. മകള് മത്സരത്തിന് തോറ്റുപോയതിന് തല്ലുണ്ടാക്കാൻ നടക്കുന്നു. ഹേയ് അല്ല, അയാൾക്കും ശരിക്കും കിട്ടിക്കാണും. പ്രതാപനും വേണുവും ജഗനും ഉണ്ടായിരുന്നല്ലോ, ചതച്ചരച്ച് കാണും. ആ ആശുപത്രി വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ സാറേ? അറിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഓ, അവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓ ദൈവമേ, ഒന്നും സംഭവിക്കാതെ നീ കാത്തല്ലോ, ദൈവത്തിന് നന്ദി. ശുംഭൻ കർത്ത പട്ടശ്ശേരി വൈദ്യശാലയിലാണെന്ന് കേട്ടു. ചവിട്ടി തീരുമാനമായിരിക്കും. അയാൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എനിക്കൊന്നുമില്ല ചേച്ചി.